ഹായ്, റിയാക്ഷൻസിലേക്ക് സ്വാഗതം. ഉള്ളൊഴുക്ക് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ്. ഞങ്ങളൊരു 3:30 ഷോയ്ക്കാണ്. ആദ്യം ഞങ്ങള് ഗഗനചാരി കണ്ടു, അതിനുശേഷം ഉള്ളൊഴുക്ക് ഒരു ഡ്രാമ, ഭയങ്കര ഇമോഷണൽ ഡ്രാമയാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഗഗനചാരി പോലത്തെ ഒരു ഫൺ കയറി കഴിഞ്ഞിട്ട് ഒന്ന് മൂഡ് സെറ്റ് ആയതിനു ശേഷമാണ് ഇതിന് കയറിയത്. ഒരു ഡീസന്റ് ഡ്രാമയാണ്. ആ സിനിമയുടെ പേര് പോലെ തന്നെ ഉള്ളൊഴുക്കാണ്. ഓരോ മനുഷ്യരുടെയും ഓരോ കഥാപാത്രങ്ങളുടെയും ഉള്ളിലുള്ള സംഘർഷങ്ങളാണ്. ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരികയാണ് ഒരു നിമിഷം, അല്ലേ? ഇപ്പൊ എല്ലാവരുടെയും ഫീലിങ്സും ദുഷിപ്പായാലും സ്നേഹമായാലും വെറുപ്പായാലും എല്ലാം പുറത്തേക്ക് വരികയാണ് ആ ശവടക്കിന്റെ ആ ഒരു പീരീഡില്. എനിക്കങ്ങനെ മനസ്സിലായത്. എനിക്ക് തോന്നിയത് ഓരോ കഥാപാത്രങ്ങളുടെയും മനസ്സിലെ ഉള്ളൊഴുക്കുകളാണ്. ഓരോ കഥാപാത്രത്തിന്റെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും സർവൈവിന് വേണ്ടിയിട്ട് അവനെടുക്കുന്ന തീരുമാനങ്ങൾ, അവന് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും, ഉപദ്രവമായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് എല്ലാവരും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു പോയിന്റിൽ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലർക്ക് ക്ഷമിക്കാൻ പറ്റും, ചിലർക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. നല്ല അഭിനയം, അഭിനേതാക്കളുടെ അഭിനയം നല്ലതായതുകൊണ്ട് നല്ലൊരു ഡീസന്റ് വാച്ച് നമുക്ക് തന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി ഒരാളാണ് അത് സ്കോർ ചെയ്യണം ആ സിനിമ മൊത്തത്തില്. ഉർവശി എന്ന് പറഞ്ഞ നടി ഗംഭീരാണ്. ലീലാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ലീലാമയാണ്. നമുക്ക് വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയുക പോലും വേണ്ട, അത്രയും മികച്ച അഭിനയമാണ് ശരിക്കും. പാർവതിയുടെ എനിക്ക് തോന്നുന്നു വേറെ എക്സ്പീരിയൻസ് അഭിനയം കണ്ട പോലെ തോന്നി. ഒരു ക്യാരക്ടറിന് എനിക്ക് തോന്നിയില്ല. എനിക്ക് പാർവതി എന്നും ചെയ്യുന്ന അതേ. പക്ഷെ പാർവതി ചില മാനറിസംസ് ഒക്കെ വേറെ ക്യാരക്ടറിൽ വരാത്ത കാരണം മാനറിസംസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. എനിക്ക് എന്റെ പേഴ്സണലി പാർവതി തന്നെ. പാർവതി പക്ഷെ മോശമാക്കിയില്ല. അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് തന്നെ നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. പക്ഷെ ഒരു കൂടുതൽ എടുത്തു പറയാൻ പറ്റാവുന്ന പാർവതി ഇതുവരെ ചെയ്തിട്ടുള്ള ആ നിസ്സഹായത ഉണ്ടല്ലോ, അത് തന്നെ പിടിച്ചേക്കാണ്. വളരെ സിമ്പിളായിട്ട് ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അഭിനയമാണ് പാർവതി ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവര് തമ്മിലുള്ള കോൺവെർസേഷൻ സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, എനിക്ക് ആ മരിക്കുന്ന വ്യക്തി, പാർവതിയുടെ ഭർത്താവിന്റെ ക്യാരക്ടർ ചെയ്യുന്നവൻ ഒക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തന്നെ. മരിച്ചിട്ടില്ല, ആള് മരിച്ചു കിടക്കുന്ന പോലെ നമുക്ക് സ്ക്രീനില് ഫീൽ ചെയ്യുന്നുണ്ട്. ആളെ കൊന്നിട്ടൊക്കെയല്ലോ സ്ക്രീനില്. അതിനനുസരിച്ചിട്ട് ആളാ അത്ര നല്ല അഭിനയാണ് ആള് ചെയ്താണത്. ആള് മരിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. ഒറ്റ ഷോട്ടില്ലേ, അതിനകത്ത് കൊറേ നേരം കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കി വയറനങ്ങണ്ടോന്നൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഇല്ലായിരുന്നു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇല്ല, അത് കുറച്ച് അകലെന്നായിരുന്നു ആ ഷോട്ട്. പിന്നെ അത് പറഞ്ഞ അടുത്തുനിന്നുള്ള ഷോട്ടിലൊക്കെ ആള് ശരിക്കും ഒരു ഡെഡ് ബോഡി ഫീല് നമുക്ക് തോന്നിയിരുന്നു. അതൊരു അഭിനയാണല്ലോ. ആളെ മയക്കി കിടത്തിയേക്കല്ലോ, എന്തായാലും ഓർക്കഗോളി കൊടുത്ത് മയക്കി കിടത്തിയേക്കൊന്നുമല്ലല്ലോ. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റോഷൻ മാത്യു ആണ് പാർവതിയുടെ ക്യാരക്ടറിന്, കാമുകന്റെ ക്യാരക്ടറിന് ശബ്ദം കൊടുത്താണത്. അപ്പൊ നമുക്കത് നല്ല ആ നടൻ അടിപൊളി നടനാണ്. പക്ഷെ എനിക്ക് റോഷൻ മാത്യുവിന്റെ ശബ്ദം കേട്ടിട്ടേ എനിക്ക് ആളുടെ ഒരു വിഷ്വല് വരികയായിരുന്നു മനസ്സിലേക്ക്. എനിക്ക് അപ്പം മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. തിയേറ്ററിൽ എത്രമാത്രം നമുക്ക് അത് എത്രമാത്രം സക്സസ്ഫുള്ളായി വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നല്ല സിനിമ കണ്ട ഫീൽ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ തിയേറ്ററിൽ വരുന്നത് ഒരു എന്റർടൈൻമെന്റിനും എൻജോയ്മെന്റിനും ഒരു ഫണ്ണൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള തുടക്കം മുതൽ അവസാനം വരെ
വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ വരെ കാണാം. ഒരു മോശം സിനിമ കണ്ട എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു നല്ല സിനിമയാണ്, എല്ലാവരും കാണാം. അപ്പോ ഇമോഷണലി കുറച്ച് ഹോണ്ട് ചെയ്യുന്നു മാത്രം ആൾക്കാരെ. അതെ, സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമ്മള് റിലേറ്റ് ചെയ്യും കുറെ കാര്യങ്ങള്. മനുഷ്യർക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ബൈ.